ഇസ്രായേൽ രൂപീകരിച്ച് ഇസ്രായേലിന്റെ തുടക്കകാലത്ത് ഒരു വലിയ യുദ്ധം ഉണ്ടായിരുന്നു. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഈജിപ്തും അവരുടെ സഖ്യസേന എല്ലാം കൂടി ഇസ്രായേലിനെ അടിക്കാൻ വന്നു. ഇസ്രായേലുകാർ തോറ്റുപോകുന്നു നമ്മളെല്ലാം വിചാരിച്ചിരുന്നായിരുന്നു. ആ സമയത്ത് ഇസ്രായേലുകാർ വെളുപ്പിനെ തന്നെ റൺവേകളും അവരുടെ ബങ്കറുകളെല്ലാം അടിച്ചു തകർക്കുകയും അതിഗംഭീരമായിട്ട് ആ യുദ്ധം ഇസ്രായേൽ ജയിക്കുകയും ചെയ്തു. ഈ സമയത്ത് ഈജിപ്തിൽ വന്ന വാർത്തകൾ, അന്ന് റേഡിയോ മാത്രമേ ഉള്ളൂ, TV ഒന്നുമില്ല. ആ സമയത്ത് വന്ന വാർത്തകൾ മൊത്തം ഈജിപ്തിൻ്റെ വിജയം, ഈജിപ്ത് ജയിച്ചു, ഈജിപ്തിൻ്റെ ദേശീയഗാനം മാത്രമാണ് ഇട്ടേക്കുന്നത്. തിരിച്ച് ഇസ്രായേലിൽ നേരെ തിരിച്ച് ഇസ്രായേലിൻ്റെ ദേശീയഗാനം ഇസ്രായേൽ ജയിച്ചു. അപ്പം ജനങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. കാരണം ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. കാരണം ആ രാജ്യം ജയിച്ചു, മറ്റു രാജ്യം ജയിച്ചു. പക്ഷെ ഇസ്രായേൽ പിന്നീട് അവിടുത്തെ ഈജിപ്തിൻ്റെ സ്ഥലങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. ഓരോ പ്രദേശങ്ങൾ ആക്രമിച്ച് കീഴടക്കാൻ തുടങ്ങിയപ്പോൾ ഈജിപ്തിന് പിന്നെ നിക്കക്കള്ളി ഇല്ലാതായി. അവർ സമ്മതിച്ചു, അവരുടെ തോൽവി അവർ ജനങ്ങളെ തന്നെ അറിയിച്ചു, അവരുടെ ദേശീയ വാർത്തയിലൂടെ തന്നെ അറിയിച്ചു. ഇതേപോലെ തന്നെ 65-ൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായപ്പോഴും ഇതേപോലെയായിരുന്നു. പക്ഷെ ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാന്റെ സ്ഥലം ആക്രമിച്ചില്ല. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലെല്ലാം പാകിസ്ഥാൻ ജയിച്ചു, വൻ വിജയം. ഇന്ത്യയിലെല്ലാം ഇന്ത്യ ജയിച്ചു, ഇന്ത്യക്ക് വൻ വിജയം എന്നുള്ളതായിരുന്നു. പക്ഷെ പിന്നീട് അവരുടെ വലിയ വലിയ നേതാക്കൾ, ഒരു യുദ്ധ ഹിസ്റ്റോറിയനും സാമ്പത്തിക വിദഗ്ധനുമായ ഷൂജാ നവാസ്, അയാൾ പരസ്യമായിട്ട് പാകിസ്ഥാനിൽ വെച്ച് തന്നെ പറയേണ്ടി വന്നു. പിന്നീടാണ് പാകിസ്ഥാൻ തോറ്റു, പാകിസ്ഥാന്റെ പരാജയം. അതുപോലെ തന്നെ ഒരു സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള അക്ബർ സൈദി എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ ധാരാളം ഇറങ്ങിയിട്ടുള്ളതാണ്. അദ്ദേഹം ഡോക്ടറേറ്റൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹം പരസ്യമായിട്ട് പറയേണ്ടി വന്നു പാകിസ്ഥാൻ പരാജയപ്പെട്ടു. അതേപോലുള്ള സംഭവങ്ങളായിരിക്കാം നമുക്ക് ഇനി നടക്കാൻ പോകുന്ന യുദ്ധത്തിന് സംഭവിക്കുന്നത്. അപ്പം ജസ്റ്റ് പണ്ടത്തെ ചരിത്രങ്ങൾ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, പഴയ തലമുറയ്ക്കൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ.